ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. മാനസാന്തരം, അനുതാപം, ഇത് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. പാടാം. സ്വർഗനാഥൻ ഏറ്റവും പ്രസാദമുള്ളത് മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ, മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ. ദൈവദൂതർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ, മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ. കാട്ടൊലിവിൻ വൃക്ഷമായിരുന്നു നമ്മെ ഇന്ന് നല്ലൊലിവിൽ ചേർത്തനുഗ്രഹിച്ചതെന്തിന്? കാട്ടൊലിവിൻ വൃക്ഷമായിരുന്നു നമ്മെ ഇന്ന് നല്ലൊലിവിൽ ചേർത്തനുഗ്രഹിച്ചതെന്തിന്? ചുറ്റുമുള്ള മാലോർക്ക് പകുത്തു നൽകിടാം, രക്ഷയിൻ ഫലങ്ങൾ നമ്മിലെന്നും ഉണ്ടായിടട്ടെ. ചുറ്റുമുള്ള മാലോർക്ക് പകുത്തു നൽകിടാം, രക്ഷയിൻ ഫലങ്ങൾ നമ്മിലെന്നും ഉണ്ടായിടട്ടെ. സ്വർഗനാഥൻ ഏറ്റവും പ്രസാദമുള്ളത് മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ, മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ. 10 കുഷ്ഠരോഗികൾ വന്നു വീണു കിഞ്ചി സൗഖ്യം നൽകിടണമേ യേശുനാഥനെ. 10 കുഷ്ഠരോഗികൾ വന്നു വീണു കിഞ്ചി സൗഖ്യം നൽകിടണമേ യേശുനാഥനെ. സൗഖ്യം വന്നവർ പുരോഹിതർക്കടുത്തു, അതിലൊരുവൻ യേശുവെ തേടി വന്നുള്ളൂ. സൗഖ്യം വന്നവർ പുരോഹിതർക്കടുത്തു പോയി, അതിലൊരുവനെ യേശുവെ തേടി വന്നുള്ളൂ. സ്വർഗനാഥൻ ഏറ്റവും പ്രസാദമുള്ളത് മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ, മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ. ദൈവദൂതർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ, മാനസാന്തരത്തിനാൽ ഫലം കായ്പാൻ. നമ്മൾ പാടിയതുപോലെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മാനസാന്തരം, അല്ലേ? ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് മാനസാന്തരത്തിലൂടെയാണ്. ദൈവ പൈതലായി തീർന്നത് ആ അനുതാപത്തിലൂടെയാണ്. പാപമില്ലാത്ത യേശു കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഏതൊരു പാപിയും മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു. അവൻ രക്ഷിക്കപ്പെടുന്നു, അവൾ രക്ഷിക്കപ്പെടുന്നു, ഒരു ദൈവ പൈതലായി മാറുന്നു. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഉപേക്ഷിക്കില്ലെന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പറ്റുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള കർത്താവിൻ്റെ ആ വിലയേറിയ വചനങ്ങൾ ആ വ്യക്തിയിൽ ആഴമായി പതിക്കുന്നു. ആ ബന്ധം പിന്നെ യുഗത്തിലും പരത്തിലും വിട്ടുപിരിയാത്ത ബന്ധമായി മാറുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു ഭാഗ്യ പദവിയിലേക്ക് വന്ന ഏവർക്കും ദൈവം അനുഗ്രഹം ചൊരിയട്ടെ. നമുക്കറിയാം, നിനവേ പട്ടണം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവിടെ ഒരു പ്രവാചകൻ ഘോഷിക്കുകയാണ്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പറയുകയാണ്. സർവരും ഭയപ്പെട്ടു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ആ വാക്ക് വിശ്വസിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർത്തമാനം നീനവേ രാജാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അതെ രാജവസ്ത്രം നീക്കി വെച്ചു, പുതച്ച് വെണ്ണീറിൽ ഇരുന്നു എന്നാണ് നാം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നിട്ട് രാജാവ് മഹത്വത്തോടെയും ആജ്ഞയാവിത് എന്ന് കൽപ്പിച്ചു കാര്യങ്ങളെ പരസ്യമാക്കിയാണ്. അതെ, മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത് എന്നായിരുന്നു. മനുഷ്യനും മൃഗങ്ങളും പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. പിന്നെ എന്ത് ചെയ്തു? ഓരോരുത്തൻ തൻ്റെ ദുർമാർഗം, തൻ്റെ കൈക്കുള്ള സാഹസവും വിട്ട് മനം തിരിഞ്ഞ്. നമുക്കറിയാം, നിനവേൽ നടന്ന വലിയ മാനസാന്തരം. വലിയവനായ ദൈവം അത് ശ്രദ്ധിച്ചു, അവർക്ക് ഉത്തരം അരുളി ആ അനർത്ഥത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഇന്നും ദൈവജനം കരയുമ്പോൾ, ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, കുടുംബം മാനസാന്തരപ്പെടുമ്പോൾ
ഒരു ദൈവസഭ മാനസാന്തരപ്പെടുമ്പോൾ, ഒരു ദേശം മാനസാന്തരപ്പെടുമ്പോൾ അവിടെ വലിയ പ്രവൃത്തി നടക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഓരോ രാജാക്കന്മാരും ആ നിലയിൽ ഈ ദിവസങ്ങളിൽ ഈ ദേശത്തിന്മേൽ മനസ്സലിഞ്ഞ് ആ സിംഹാസനം ഇറങ്ങി മുട്ടുകുത്തുന്നുവെങ്കിൽ ജീവനുള്ള ദൈവം ആ ദേശത്തെ കടാക്ഷിക്കുക തന്നെ ചെയ്യും. ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ അഭയം ചൊല്ലുമ്പോൾ നമ്മുടെ ദൈവം തൃക്കൺ പാർക്കും. കേരളത്തിന്മേൽ ദയ ചെയ്യുകയും വിടുതലയക്കുകയും ചെയ്യും. വലിയ സമാധാനത്താൽ നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം ഒക്കെയും മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരുക തന്നെ ചെയ്യും. നമ്മിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ ജനത്തിലൂടെ ഒക്കെയും ദേശത്തിന്മേൽ അനുഗ്രഹമായി ചൊരിയുമാറാകട്ടെ. അതിനായി ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വാക്യം യെശയ്യാവ് 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. യെശയ്യാവ് 57:15. കടൽ തിരമാലകൾ പാറക്കൂട്ടങ്ങളുടെ മേൽ ആഞ്ഞടിച്ചുകൊണ്ട് അതിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുന്നത് പോലെ ദൈവവചനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മെ എപ്പോഴും കഴുകിക്കൊണ്ടേയിരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആ സ്നേഹവും സന്തോഷം നമുക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കാം. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകം ക്ഷയോടെ നിന്നെ മടങ്ങുകയില്ലിവിടുന്നിനി ഞാൻ മടങ്ങുകയില്ലിവിടുന്നിനി ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹ